ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആലുവയ്ക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു വില്ലയാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വില്ലയാണ് ഇത്. ഈ വീടിൻ്റെ തൊട്ടടുത്തുകൂടെ ദാ കാണുന്നതാണ് മെയിൻ ബസ് റൂട്ടാണ് ആ പോകുന്നത്. അവിടെ നിന്നും വെറും 50 മീറ്റർ പോലുമില്ല ഈ വീട്ടിലേക്ക്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുള്ള ഒരു റോഡാണ് കടന്നു പോകുന്നത്. ഈ കോമ്പൗണ്ടിൽ എല്ലാം വില്ല പ്രോജക്റ്റുകളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ വീടിനെ നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് മുൻഭാഗത്തായി ടൈലുകൾ പതിപ്പിച്ച് വളരെ മനോഹരമാക്കി LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീടിന് അതിമനോഹരമായി പെയിൻറ്റിങ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഫ്രണ്ട് എലിവേഷൻ കാണാൻ സാധിക്കുന്നത്. ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വിശാലമായ ഒരു ഫ്രണ്ട് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഏതൊരു വലിയ വാഹനത്തിനും കടന്നു വരാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഫ്രണ്ട് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് അരികിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് ഇവിടെയായി ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറുമാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഏതൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ സൈഡിലായി ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നിറയെ LED ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് രാത്രികാലങ്ങളിൽ കാണാൻ സാധിക്കുക. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിൻ്റെ തൂണുകളിൽ ക്ലാഡിംഗ് സ്റ്റോണുകൾ പതിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു പില്ലറാണ് നമുക്ക് മുൻഭാഗത്തായി കിട്ടുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുൻഭാഗത്തായി 2 പാളികളിൽ തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ലിവിങ് ഏരിയയുടെ സ്ഥാനം. ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. ഫാമിലി ലിവിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി മനോഹരമായ ഒരു വാഷ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ താഴെയും ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ്, ഭംഗിയുള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. ക്രോക്കറി ഷെൽഫിൻ്റെ ഈ ഭാഗത്തായി ഒരു ഓപ്പൺ കിച്ചന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. 2 ഹാങ്ങിങ് ലൈറ്റും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായി LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നാൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിൽക്കി വൈറ്റിലാണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയുള്ള മനോഹരമായ ഒരു കിച്ചനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ കിച്ചൻ ഒരു L ഷേപ്പിലുള്ള കിച്ചൻ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൻ ടോപ്പിന് താഴെയായി നിറയെ സ്റ്റോറേജ് ഏരിയ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ മുകളിലും ധാരാളം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഭംഗിയുള്ള ഒരു കിച്ചനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്.
ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. കിച്ചണിൽ നിന്ന് ഒരു എൻട്രൻസ് ആണ് പിന്നിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ധാരാളം ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. ഈ വില്ല ഒരു റെഡി ടു ഓക്യുപ്പൈ വില്ലയാണ്. ഈ വില്ലയുടെ ഓൾമോസ്റ്റ് 100% വർക്കുകളെല്ലാം പൂർത്തീകരിച്ചതാണ്. വെളിയിലുള്ള കുറച്ച് ക്ലീനിങ് വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ധാരാളം സ്റ്റോറേജ് ഏരിയ, വാൾഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. അത്യാവശ്യം വലിപ്പമുള്ള വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ധാരാളം സ്റ്റോറേജ് ഏരിയയുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിററെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ വുഡ് പാനൽ പതിപ്പിച്ച് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള, ടഫ് ആൻഡ് ഗ്ലാസിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചുമരുകളിലെല്ലാം ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളതും മുകളിൽ വലിയ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ളതുമായ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ടേബിളും കമ്പ്യൂട്ടർ ടേബിളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മുകളിൽ മനോഹരമാക്കിയിട്ടുള്ള LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സീലിംഗ് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തായി ഒരു TV യൂണിറ്റ് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. വാൾഡ്രോബുകളെല്ലാം കൊടുത്ത് നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ സൺലൈറ്റ് ഡയറക്റ്റായി വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പർഗോളയാണ് ഈ ഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഇതാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം.
ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടക്കാം. വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ പ്രോജക്റ്റിൽ ധാരാളം വില്ലകളാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടാണ് ആ കാണുന്നത്. ആ കാറ് പോകുന്നതാണ് ബസ് റൂട്ട്. അവിടെ നിന്നും തൊട്ടടുത്തായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയുടെ ഹാർട്ട് ഓഫ് സിറ്റി എന്നറിയപ്പെടുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായിട്ടാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലയുടെ പരിസരത്തായി എല്ലാ ലാൻഡിനും അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ വില്ലയുടെ വളരെ അടുത്തായിട്ടാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും ന്യൂവാൾസ് ലോ കോളേജും സ്ഥിതി ചെയ്യുന്നത്. ആലുവ ടൗണിൽ നിന്ന് വെറും 5 കിലോമീറ്ററും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 15 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 10 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 3 കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 4 കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായി കിൻഫ്ര, ജുഡീഷ്യൽ അക്കാദമി, ക്യാൻസർ സെൻറ്റർ എന്നീ എല്ലാവിധ ഫെസിലിറ്റികളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ആലുവ രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വെറും 4 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഓണർ നിർവഹിച്ചിട്ടുള്ളത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക്, റെയിൽവേ സ്റ്റേഷൻ എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും താമസത്തിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ വളരെ അടുത്തായി 4-5 ഇൻ്റർനാഷണൽ സ്കൂളുകൾ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ICIC സിലബസും CBSE സിലബസും സ്റ്റേറ്റ് സിലബസും എല്ലാം അടങ്ങിയ സ്കൂളുകൾ തൊട്ടടുത്തായി അവൈലബിളാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളിൽ 2 താഴെയും 2 മുകളിലുമായി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ പുതുപുത്തൻ വില്ലയ്ക്ക് ഉടമ ചോദിക്കുന്ന വില 1,05 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഈ മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLXലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.